ഹായ് എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമെത്തുന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. പക്ഷേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല കേട്ടോ. പ്രൈസമ്മോന് പനി, പെട്ടെന്നുണ്ടായ ഒരു പനി. അപ്പോൾ ഇന്നലത്തെ വീഡിയോ പലരും പറയുന്നു ചേച്ചി നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. ഇന്നലെ തന്നെ 2-3 പേര് പറഞ്ഞു നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. പിന്നെ സെർച്ച് ചെയ്താൽ അത്രയ്ക്ക് നമ്മുടെ വീഡിയോ കാണണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ സെർച്ച് ചെയ്തെടുക്കും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നോട്ടിഫിക്കേഷൻ ചെല്ലാത്ത എന്താന്ന്, അതാ കുഴപ്പം. അങ്ങനെ ഒത്തിരി പേർക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ ഇന്നാണെങ്കിൽ ആകെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. ഇന്നലെ രാത്രി പ്രൈസമോന് പെട്ടെന്നൊരു പനി. ഇന്നലെ അവൻ അവധിയായിരുന്നു, വിഷുവിൻ്റെ അവധി ഇന്നലെയായിരുന്നു. അപ്പോൾ ഇന്ന് എക്സാം ഉണ്ടായിരുന്നു, നാളെ അവധിയാണ്. നാളെ റംസാൻ്റെ അവധി നാളെ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ കൊച്ചിന് പിന്നെ രാത്രിയായി പനിയായി, എക്സാം നടക്കുമല്ലോ. ഇന്ന് ഹിന്ദിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ ഒരു കാര്യം ചെയ്ത് ടീച്ചർക്ക് മെസ്സേജ് ഇട്ട് ചോദ്യം നമ്മൾ കൊണ്ടുവന്നിട്ട് അങ്ങ് പെട്ടെന്ന് എഴുതിച്ചിട്ട് കൊണ്ടുവരട്ടെ. അങ്ങനെ ടീച്ചർ പറഞ്ഞു ഓക്കെ, നിങ്ങൾ കൊണ്ടുവന്ന് എഴുതിപ്പിച്ചിട്ട് പോന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് 11:30 പോയാൽ 4:30 വരെ ഉണ്ട്. 4:30 സ്കൂളിൽ നിന്നാണെങ്കിൽ പിന്നെ 4:45 ഇവിടെ എത്തത്തുള്ളൂ. പിള്ളേരുടെ എല്ലാം പരീക്ഷ എക്സാം കഴിഞ്ഞ് പിന്നെ ടിഫിനായിട്ടൊന്നും കൊണ്ടുവന്നത് എന്തെങ്കിലും ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിച്ചിട്ട് വരും. അപ്പോൾ ഇന്നിപ്പോൾ റീച്ചാൻ ബസ്സിലും പോയില്ല. ഇവിടുന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ബസ്സിൽ പോവുകയാണെങ്കിൽ 11:30 പോകണം. അല്ല നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു 15 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. ഒരു 12:30 ആയിട്ട് ഇവിടുന്ന് ഇറങ്ങിയാലും മതി. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോയി അരമണിക്കൂർ കൊണ്ട് പരീക്ഷ എഴുതിയിട്ട് അവനെ വേറെ റൂമിലിരുത്തി പരീക്ഷ എഴുതിപ്പിച്ച് കൊണ്ടുവന്നു. ഇപ്പോഴും ഉണ്ട് പനി. അവന് പനി വന്ന ഉടനെ പെട്ടെന്ന് കണ്ണൊക്കെ അങ്ങ് ചുമക്കും. അവന് കൈയുടെ വെള്ളയിൽ ഇങ്ങനെ വെള്ളക്കുരുക്കളും വരും. അതൊരു വല്ലാത്ത ഇതാണ്. അപ്പം പിന്നെ അതുപോലെ ഞാൻ പലരുടെയും ഇപ്പം ഈ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ചിലരുടെ വീഡിയോകൾ കാണും, കമൻറ്റ് ഇടാൻ നോക്ക്. അതിന് എൻ്റെ മൊബൈലിൻ്റെ ആണോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പം നമ്മൾ വീഡിയോ എല്ലാം കണ്ടിട്ട് ലൈക്കും പിന്നെ നമ്മളുടെ ആ ലവ് ഇത് സ്റ്റിക്കറും പോവും. അല്ലാതെ എഴുതാൻ പോകുന്നുണ്ട്, കട്ട ഓണാവത്തില്ല. നമ്മുടെ ഈ കമൻ്റ് ഇടുന്ന കട്ടകളുണ്ടല്ലോ, അത് ഓഫായി കിടക്കും. ചിലപ്പം ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും എടുക്കുകയാണെങ്കിൽ അത് വരും, ചില സമയത്ത് എന്നാലും വരത്തില്ല. അങ്ങനെ പലരുടെയും വീഡിയോ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റിയിട്ട് അപ്പോൾ അവർ ചിന്തിക്കുകയും കമൻ്റ് ഇട്ടില്ലല്ലോ, പിന്നെ ലൈക്കല്ല ചെയ്തുള്ളൂ എന്ന് ചിന്തിക്കും. പക്ഷേ ഇതാ സംഭവം. എന്നിട്ട് ശരിയാവുകയാണെങ്കിൽ ഞാൻ അന്നേരം ഇടും, അല്ലെങ്കിൽ പിന്നെ ചില സമയത്ത് ഇപ്പോൾ മറന്നു പോകും, പിറ്റേ ദിവസമായിരിക്കും ഓർക്കുന്നതൊക്കെ. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടോ? കട്ട നമ്മൾ ഈ കമൻ്റ് ഇടാൻ പോകുമ്പോഴേ അത് ഓണായി കിടക്കത്തില്ല. ഞാൻ ചിലപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തും ക്യാപ്ഷൻ ഇടാൻ സമയത്ത് വരത്തില്ല. അതാകെ ഒരു വല്ലാത്തൊരു, എൻ്റെ മൊബൈലിൻ്റെ ഉള്ള കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ലേ. അപ്പം ഇന്നങ്ങനെ വലിയ വീഡിയോകളൊന്നും എടുത്തില്ല. ഇച്ചിരി ജോലികളൊക്കെ ചെയ്തെങ്കിലും വീഡിയോ എടുത്തില്ല. എനിക്കും ഒന്ന് വെളിയിൽ ഒരിത്തിരി ഞാൻ പറയാതെ എന്തോ കാര്യമൊന്നും ഇച്ചിരി വയ്യായിരുന്നു. വെളിയിൽ ഒന്ന് പോയിട്ട് വരണമായിരുന്നു. പിന്നെ കൊച്ചിന് വയ്യായിരുന്നു. അപ്പം ഞാൻ ഇന്നലത്തെ ആ അച്ചാറിൻ്റെ ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ ഒരു ചിക്കൻ അച്ചാറിട്ട്, അതെൻ്റെ പൊന്നോ, അതും ഒരു വല്ലാത്ത അമ്പളിയായിപ്പോയി. വീഡിയോ ഞാൻ എടുത്തു. ഞാൻ പറഞ്ഞില്ലേ എമർജൻസി ആയിട്ട് ചിക്കൻ അച്ചാർ വേണമായിരുന്നു, അങ്ങനെ അച്ചാറൊക്കെ ഇട്ടെന്ന്. അന്ന് വീഡിയോ എല്ലാം എടുത്തു. അപ്പം എൻ്റെ ഇതിൻ്റെ അകത്ത് കുറേ വീഡിയോകൾ കിടപ്പുണ്ട് പഴയ. അത് ഞാനെന്ന് ഈ ഷോർട്ട് ഇടാമെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുക. അപ്പം സ്പേസ് ഇല്ലെന്നും പറഞ്ഞ് കാണിച്ചോണ്ടേ ഞാൻ പെട്ടെന്ന് നമ്മളില്ല എല്ലാം ധൃതിയല്ലേ മനുഷ്യന്, ഇങ്ങനെ ടിക്ക് ചെയ്ത് ആ അച്ചാറും എൻ്റെ അങ്ങ് പോയി. പിന്നെ ഞാൻ ചിന്തിച്ചു പോയി, എന്നും കാണുന്നില്ലേ അച്ചാർ കിട്ടില്ലേ. എന്നെ ഇരുമ്പുളി അച്ചാർ കിട്ടി. ഇരുമ്പുളി അച്ചാർ ഉള്ളതുകൊണ്ട് എനിക്ക് 2 ദിവസം കൊണ്ട് വായിക്കൊരു രുചിയില്ല. എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ വയറങ്ങ് കഴിക്കാൻ വരും. 2 ദിവസം ഞാൻ ഒരു വക കഴിച്ചിട്ടില്ല. ഇന്നലെ ആണെങ്കിൽ എന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ വയറങ്ങ് വലിയ ബ്ലോട്ടിങ് പോലെ അങ്ങാവും. ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഗ്യാസ് അല്ല, എന്തുവാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഇച്ചിരി പോലും കഴിക്കാകത്തില്ല. ഞാനന്ന് മീൻകറി വെച്ചില്ലേ, കൊതിയായിട്ടാണ് ഇച്ചിരി മീൻകറി വെച്ചാൽ ആ മീൻകറി ഞാൻ തൊട്ടതേ ഇല്ല. ജോലിയെല്ലാം കഴിഞ്ഞ് എനിക്ക് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തെ എനിക്കൊരു വല്ലാതെ എന്തായാലും
ഗ്യാസിനുള്ള ഞങ്ങളിവിടെ ജൽജീര എന്ന് പറയുന്ന ഒരു പൊടി ഇത് വെച്ചിട്ടുണ്ട്. അത് വെള്ളത്തിൽ കലക്കി കുടിക്കുമ്പോൾ ഗ്യാസ് ആണെങ്കിൽ അങ്ങ് പോകും. ഒരു വിശപ്പുമില്ല, ഒന്നുമില്ല. ഒരു വല്ലാത്ത ഞാൻ ഇന്നലെ ആണെങ്കിൽ ബന്നുണ്ടല്ലേ, ഇച്ചിരി ഒരു ഇളം മധുരമുള്ള ബന്ന്, അതും കോഫിയും കൂടെ, നെസ്കോഫിയും കൂടെ കഴിച്ചിട്ടാണ് ഇന്നലത്തെ ദിവസം മൊത്തം അതും കൊണ്ടാണ് നിന്നത്. എനിക്ക് എന്തോ വിശക്കുന്നേ ഇല്ല. പിന്നെ ഇന്നിപ്പം നമ്മുടെ ഇരുമ്പുളി അച്ചാർ ഇട്ടത് കൊണ്ട് അതെൻ്റെ കൊച്ചു ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ല. കൊച്ചിന് ഇഷ്ടപ്പെട്ട എന്തോ വേണം മക്കളെ എന്ന് ചോദിച്ചാലും അവനൊന്നും വേണ്ട. അവസാനം ഞാൻ ചോദിച്ച മക്കളെ ചപ്പാത്തിയും ഗതികെട്ടങ്ങ് മുട്ട ചോദിച്ച മുട്ട അന്നാത്താന്ന് പറയും. ആ ഇരുമ്പുളി അച്ചാർ അടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ മമ്മി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാൻ ആ ഇരുമ്പുളി അച്ചാർ ഇച്ചിരി ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. ഒരു ചമ്മന്തി അരച്ച് അത് രണ്ടും കൂടെ. എന്നാൽ മീൻകറി ഇരിപ്പുണ്ട്, പരിപ്പ് കറിയുണ്ട്, പിന്നെന്തുമായിരുന്നു, തോരൻ ഇരിപ്പുണ്ടായിരുന്നു, എല്ലാം ഇരിപ്പുണ്ട്. അതൊന്നും വേണ്ട, ഇത് മാത്രം കൂട്ടി ഒരിച്ചിരി. ഇന്നത്തെ 2 ദിവസം ഞാൻ അരിയാഹാരവും കഴിച്ചിട്ടില്ല, ചപ്പാത്തിയും വേണമെന്നില്ലായിരുന്നു, ഒന്നും വേണമെന്നില്ലായിരുന്നു, ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇന്നിപ്പോൾ ഇത്തിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇന്ന് അതങ്ങനെ വീഡിയോ എടുക്കാനൊരു മൈൻഡേ ഇല്ലായിരുന്നു. കൊച്ചിൻ്റെ കാര്യം ഇതായപ്പോഴത്തേക്കും എനിക്കൊരു വല്ലാതെ എനിക്കും വയ്യായിരുന്നു. എന്നാലും കുഞ്ഞിനൂടെ വയ്യെന്ന് അപ്പോഴത്തേനും നമ്മുടെ വയ്യാഴിയൊക്കെ നമ്മളങ്ങ് മാറ്റി വെച്ചു. കൊച്ചു വരുന്നിടം വരെ എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് അവന് മരുന്ന് കുടിച്ച് അതിൻ്റെ ക്ഷീണത്തിനാന്ന് തോന്നുന്നു കിടന്ന് ഉറങ്ങി. അവൻ രാത്രി കൊച്ചു ഉറങ്ങുമോ എന്തോ. ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ഇതിപ്പം 2 ദിവസത്തെ വീഡിയോയാണ്. ഞാൻ പറഞ്ഞില്ല ഈ ദിവസം എനിക്കന്ന് ചിക്കൻ അച്ചാർ ഇടണമായിരുന്നു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചിന്തിച്ചൊരു മുട്ടക്കറി ആണെങ്കിൽ എല്ലാവർക്കും പറ്റുമല്ലേ, അപ്പം അങ്ങനെ അങ്ങ് ചെയ്യാമെന്നും പറഞ്ഞ് ഒരു മുട്ടക്കറി ഉണ്ടാക്കാമായിരുന്നു. പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് മുട്ടക്കറി. അപ്പോൾ അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് രാവിലെ. ഞാൻ ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലിട്ട് പൊട്ടിച്ച് അതിനുശേഷം സവാള, ടൊമാറ്റോ, പിന്നെ ഉരുളക്കിഴങ്ങൊന്ന് അരിഞ്ഞിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പൊടികൾ കുറേ കൂടെ ഉള്ളതങ്ങ് സ്റ്റാർച്ച് പോകുമല്ലേ. എന്നിട്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് വഴറ്റിയെടുക്കട്ടെ. ആദ്യം ഒന്ന് കുറേ ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ചു വെക്കും. അപ്പോൾ ആവിയിൽ ആ വെള്ളമൊക്കെ ഇറങ്ങി അതൊന്ന് പൊട്ടറ്റോയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഞാനിപ്പോൾ തുറന്ന് നോക്കിയോണ്ടേ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ആ സ്പൂണിൻ്റെ ഇതും കൊണ്ടേ ഒന്ന് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കുന്നുണ്ടെങ്കിൽ അത് മുറിഞ്ഞു പോയിരുന്നുണ്ട്. എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ഇച്ചിരിച്ചേ ചേർക്കുന്നുള്ളൂ. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കും. ആവിയിൽ കിടന്ന ആ മസാലയൊക്കെ ഒന്ന് വേവാനായിട്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കറിയാണെങ്കിൽ ഇവിടെ ഇവന്മാർ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അതിനോട് അത്ര അങ്ങോട്ട് യോജിപ്പില്ല. പിന്നെ കൊച്ചുങ്ങൾക്കടെ കാര്യങ്ങളല്ലേ നമ്മൾ നോക്കുന്നത്. അവർക്ക് ഇഷ്ടമായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലല്ലോ. ഈ ഒരു കറിയും കൊണ്ടാണെങ്കിലും അവർ ചപ്പാത്തി തൃപ്തിയായി. അവർക്ക് പിന്നെ വൈകിട്ടും ചപ്പാത്തി മതി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എന്നോട് അന്ന് ചോദിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന കാണുന്നില്ലല്ലോ എന്ന്. നമ്മുടെ ഇവിടെ ഒരു മഹാരാഷ്ട്രീയൻ ആൻറ്റി ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിക്കാരുടെ നിന്നാണ് വാങ്ങിക്കുന്നത് സ്ഥിരം. അപ്പോൾ നല്ല സൂപ്പർ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ സൂപ്പർ ചപ്പാത്തിയാണ്. നമ്മളിവിടെ നേരത്തെ ഇവിടെ ഒരു പുള്ളിക്കാരിയെ വെച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കാൻ. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് അവരിപ്പം വേറൊരിടത്ത് ജോലി അവർക്ക് കിട്ടിയത് കൊണ്ട് നമ്മുടെ സമയത്തിന് അങ്ങോട്ട് വരാകത്തില്ല. അവർ 1 മണിക്ക് വേണേൽ വരാമെന്ന്. ആ സമയത്തൊക്കെ നമുക്കിവിടെ ജോലിയും വായി വരുന്ന സമയവും അനു വരുന്ന സമയമൊക്കെ അല്ലേ. അപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അവർക്ക് രാവിലെ വന്ന് ചെയ്യാൻ ചോദിച്ചോണേ അവർക്ക് പറ്റത്തില്ല. പക്ഷെ അവർ നല്ലതായിട്ട് ചപ്പാത്തി, നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാമായിരുന്നു. നമുക്ക് നല്ല വൃത്തിയൊക്കെ ഉള്ളൊരു ലേഡിയായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് തേങ്ങയും ജീരകവും കൂടെ, ജീരകം പോട്ടെ, പെരുംജീരകവും ഏലക്കയും അതുകൂടെ അരച്ച് ചേർത്തിട്ടുണ്ട് കറിക്ക് ഇതിൻ്റെ അകത്ത്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അഥവാ ഇത്തിരി മസാലയുടെ എങ്ങാണം ഇത് മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്യും, കുത്തലൊക്കെ അങ്ങ് മാറും. അപ്പോൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ മുട്ട, ഇത്രയും മുട്ടയുള്ളായിരുന്നു. അപ്പം അത്രയും മുട്ട അങ്ങ് എടുത്തിട്ട് അതെല്ലാം ഇപ്പം മുട്ടക്കറി അങ്ങ് റെഡി ആയിട്ടുണ്ട്. അപ്പം വൈകുന്നേരം പ്രീസമ്മ വന്നോണ്ട് ഞാൻ ആദ്യം
ചോദിച്ച് അവൻ വരുന്നുണ്ടെങ്കിൽ ചോദിക്കുമല്ലേ എന്തുവാ ഇന്ന് ചോറിന് എന്തോ കൂട്ടാൻ, ചപ്പാത്തിക്ക് എന്തുവാന്ന്. അപ്പം ഞാൻ ചപ്പാത്തിക്ക് മുട്ടയുണ്ടെന്ന് പറഞ്ഞില്ല, ഇങ്ങനെ കിഴങ്ങ് കറിയാന്ന് പറഞ്ഞു. വേണ്ട, എനിക്ക് ഫാസ്റ്റിങ്ങാണ്. മുട്ടയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തുണികൾ വിരിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞായിരുന്നു ഞാൻ അച്ചാറിടാൻ തുടങ്ങിയത്. അച്ചാറെല്ലാം ഞാൻ മസാലയെല്ലാം പുരട്ടി വെച്ച് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്പീഡിന് ഞാൻ എല്ലാം കൂടി ഇങ്ങനെ കുത്തി 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 അതുകൂടെ അങ്ങ് ഡിലേറ്റ് ആക്കി കളഞ്ഞു. വൈകുന്നേരം ആൾ വന്നോണ്ടേ ചപ്പാത്തിയും ഇതുകൂടെ കൊടുത്തു. ആദ്യം ഞാൻ പറഞ്ഞു മുട്ടയില്ലെന്ന്. മുഖത്തത് വിയർപ്പെല്ലാം വന്ന് മുഖം കഴുകിയതിൻ്റെ അതാ. അപ്പം പിന്നെ ഇത് അന്നത്തെ ദിവസത്തെയാ. പിന്നത്തെ ദിവസത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ ലെങ്ത് ആണെങ്കിൽ ഞാൻ അച്ചാറിൻ്റെ വേറെ ദിവസം ഇടാമെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഇരുമ്പമ്പുളി അച്ചാർ ഇടുന്നതാണ്. അപ്പം ഞാൻ ആദ്യം ഓയിൽ ഒഴിച്ചിട്ട്, ഇപ്പം നമ്മളിപ്പം വിൽക്കാൻ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ഇതിനേക്കായി ഓയിലൊക്കെ ഒഴിക്കും. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ആയതുകൊണ്ട് നമുക്ക് ഓസ്രാള അച്ചാറിട്ടാൽ മതിയല്ലേ. അപ്പം ഞാൻ ഇതാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ച്, പിന്നെ കറിവേപ്പില നന്നായി ഇച്ചിരി ഇടും, കറിവേപ്പില ഇട്ട്. അപ്പോൾ നമ്മൾ അല്ലാതെ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ 1 കിലോയ്ക്ക് 1-1.5 കപ്പ് ഓയിൽ ഒഴിക്കും. കാരണം അത് നമ്മൾ കുറേ നാളിങ്ങനെ വെച്ചേക്കുമല്ലേ, വെളിയിൽ വെച്ചേക്കാനല്ലേ. ഇത് ഞാനിപ്പോൾ ഈ ഇരുമ്പുളി ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. കാരണം ഇരുമ്പുളിയൊക്കെ മാങ്ങാടെ കൂട്ടി ചൂടൂടായണേ പെട്ടെന്ന് അതങ്ങ് സോഫ്റ്റായി വെള്ളം പോലെ. എന്നിട്ട് ഞാൻ വെയിൽ കൊള്ളിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കുറേ ഈർപ്പം പോയതാണ്. എന്നാലും അത്ര അങ്ങ് ചൊവ്വിന് അത് ഉണങ്ങിയില്ല. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട്, ഇപ്പം നമ്മുടെ വീട്ടിലായതുകൊണ്ട് ഞാൻ ഒത്തിരി എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ 1 കിലോയ്ക്ക് ഇത്ര ഗ്രാം എന്നുള്ള രീതിയിലാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വഴറ്റിയെടുക്കട്ടെ. അപ്പോൾ മാങ്ങേക്കായി എനിക്കിഷ്ടപ്പെട്ടത് ഈ അച്ചാറിന്. ഇന്നാൾ ഞാനൊരു ഇച്ചുണീ ഇട്ടുള്ളൂ, എനിക്കൊരു കുഞ്ഞൊരു ബോട്ടിലേ ഉള്ളായിരുന്നു. ഇതിപ്പോൾ ഒരു 1-2 കിലോ ഉണ്ടെന്ന് തോന്നും, 1-2 കിലോയോളം ഉണ്ട്. ഞാൻ അത്രയും ഇരുന്ന് അരിഞ്ഞ് ഈ പിന്നെ കൊച്ചു പൊടിക്കൊച്ച് ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പോൾമോൻ അന്ന് കഴിച്ചായിരുന്നു. പോൾമോൻ പിന്നെ അച്ചാർ കിട്ടിയാൽ പിന്നെ അവൻ കഴിച്ചോളും, അവനിഷ്ടമാണ്. അപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ. അന്ന് ഞാൻ ഈ അച്ചാർ രാത്രിയൊക്കെ ആകാറായപ്പോഴാണ് ഞാൻ ഇടത്തില്ലായിരുന്നു അന്ന്. പിന്നെ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ല ഒരു വെയിലേ കൊണ്ടുള്ളെന്ന്. ഞാൻ ചിന്തിച്ച് ബാൽക്കണി ഇങ്ങനെ വെച്ചിരുന്നു, അത് തണുപ്പങ്ങാണ് അടിച്ചത് പന്നലായിപ്പോയാൽ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും മെനക്കെട്ട് എത്ര നേരം കുത്തിയിരുന്ന് അരിഞ്ഞാണെന്നറിയാമോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്ങ് ഇട്ടേക്കാന്ന് പറഞ്ഞ് രാത്രി ഇട്ടേക്കാം. അപ്പോൾ വെളിയിൽ നിന്ന് കൂട്ടുകാരവരുടെ ഒക്കെ കൂടെ പോയിട്ട് വന്നിട്ട് ചോദിച്ചു, മമ്മി അച്ചാർ ഇട്ടോ മമ്മി? മുറി വന്നപ്പോഴേ മണം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അവന് ഉരുളി കണ്ടാൽ അറിയാം, പൊക്കി നോക്കിയാണെ അവന് മനസ്സിലായി അച്ചാറിട്ട. അതാ ഞാൻ പറഞ്ഞു, അച്ചാറിൻ്റെ നല്ല മണം വരുന്നുണ്ടായിരുന്നെന്ന്. അവന് ഉപ്പ് നോക്കാൻ ഭയങ്കര മിടുക്കനാണ്. ഇപ്പം കണ്ടോ താണ്ടെ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ച്. അപ്പം ഞാൻ ചിന്തിച്ചെന്നാൽ കുറച്ചുകൂടെ ഒഴിക്കാൻ നോക്കിയിട്ട് പിന്നെ ചിന്തിച്ച് ഇത് ഇരുന്നങ്ങ് ഞാൻ പറഞ്ഞ ലൂസാവുമെന്ന്, ഇതിൻ്റെ അകത്തൊന്ന് വെള്ളമൊക്കെ ഇറങ്ങുമെന്ന്. അപ്പം നന്നായി പുരട്ടി വെച്ച് നല്ല സൂപ്പറെന്ന് വെച്ചാൽ സൂപ്പർ അച്ചാറായിരുന്നു. ഞാനത് പിന്നെ തണുത്തിട്ട് പിറ്റേ ദിവസം ഞാൻ ബോട്ടിലാക്കിയത്. 2 ബോട്ടിലെടുത്തങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ച്. കാരണം ഈ ചൂട് കാരണം മാങ്ങയാന്നേലും ചൂട് കാരണം ഇങ്ങനെ അവിഞ്ഞിരുന്ന് അത് ബെൻസിക്കാന്നേലും പറഞ്ഞിട്ടുണ്ട് ചിലപ്പം അയക്കുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ആ വീര്യം കൊണ്ട് വെളിയിൽ വരുമെന്ന്. അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തവർ ഒരു കാരണവശാലും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എനിക്ക് എന്നും എന്തിനാണ് ഈ പറയുന്നതെന്ന്. പക്ഷേ അത് പറയണം, ഇതറിയാൻ വയ്യാത്ത കുറേ പേരുണ്ട്. ആദ്യമായിട്ട് എന്നോട് പലരും പറഞ്ഞിട്ട്, വിജി സബ്സ്ക്രൈബ് ബട്ടൺ എന്തുവാ, എങ്ങനെ കമൻ്റ് ഇടുന്നേ, അതൊക്കെ അറിയാത്ത കുറേ പേര് കാണും. നമ്മളിപ്പോൾ യൂട്യൂബ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എല്ലാം
ഈസി ആയിട്ട് തോന്നും. പക്ഷേ ആദ്യമായിട്ടൊക്കെ കാണുന്നവരും വീഡിയോ കാണുന്നവർക്കും ഇപ്പോഴും അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ കമൻ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഒന്നും അറിയാത്തവർ കാണും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇതിപ്പം ഞാനിപ്പം ഒരു ബോട്ടിലാക്കി ഇപ്പം അടുത്ത ബോട്ടിലൂടെ ആക്കിയിട്ട് ഇങ്ങനെ, എന്നിട്ട് കുറച്ച് ബാക്കി പാത്രത്തിൽ ഉണ്ടായിരുന്നു നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനേ. കുറച്ച് ഞാൻ അരിഞ്ഞിങ്ങനെ സിപ്ലോ കവറിലാക്കി വെച്ചിട്ടുണ്ട് ഈ പുളി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇനി നമുക്ക് ഈ വീഡിയോ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.